ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. മതിലകം പുതിയകാവ് പാപ്പിനുവട്ടം AMUP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം വെള്ളിയാഴ്ച നടക്കും. സ്കൂളിന് വടക്കുവശം തയ്യാറാക്കിയ MB കുഞ്ഞബ്ദുള്ള നഗറിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി VN ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 75 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മറ്റന്നാൾ വെള്ളിയാഴ്ച ആഗസ്റ്റ് 7-ാം തീയതി വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അവർകളാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേ തുടർന്ന് വിവിധ പരിപാടികൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങളും 75 വൃക്ഷത്തൈകളുടെ വിതരണവും കുട്ടികളുടെ പരിപാടികളും എല്ലാം അന്ന് നടത്തപ്പെടുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ പരിപാടികളോടെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അതിനെ പൂർത്തീകരിച്ച് നടത്തപ്പെടുന്നതാണ്. ബെന്നി ബെഹനാൻ MP, KK വത്സരാജ് MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ തുടങ്ങിയവർ പങ്കെടുക്കും. 25 വർഷം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ AMUP സ്കൂൾ. ആദ്യം LP സ്കൂളായിരുന്നു. 1953 അംഗീകാരം കിട്ടിയത്. ഭാഗ്യമെന്ന് പറയട്ടെ, 54 ഫസ്റ്റ് ബാച്ച് പാസ്സായി. അതിൽ അംഗീകാരം കിട്ടിയ അടുത്ത കൊല്ലം 54 പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിനിയാണ്. ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനമുണ്ട്. ഇത് സ്കൂൾ തുടങ്ങിയത് 50-ലാണ്. അന്ന് സ്കൂളിൻ്റെ തെക്കുവശം പാപ്പിനുവട്ടം UP സ്കൂൾ LP സ്കൂളായിരുന്നു. അത് പുതിയകാലത്ത് പഠിച്ചിട്ടത് 53-ലാണ്, 52-ലാണ്. 53-ലാണ് അംഗീകാരം കിട്ടിയത്. അന്നത്തെ ഹെഡ് മാസ്റ്റർ VD ജോസഫ് മാസ്റ്ററായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് അന്തപ്പൻ ജ്യേഷ്ഠൻ, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ക്രൈറ്റൻ്റെ ഫാദർ ആയിരുന്നു ആദ്യത്തെ ഹെഡ് മാസ്റ്റർ. അംഗീകാരം കിട്ടിയപ്പോൾ സമ്മേളനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, 75 വൃക്ഷത്തൈകളുടെ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ നാട്ടിലെ 2 വ്യക്തികൾ, സാമൂഹിക പ്രതിബദ്ധതയുള്ള 2 വ്യക്തികൾ കൂടി ചേർത്തുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഞങ്ങൾ അതിലോട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് മാറ്റുവാനുള്ള ഉദ്ദേശത്തിലാണ്. സ്കൂളിനെ കൂടുതൽ എല്ലാ രീതിയിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാന്യ വ്യക്തികളെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ട്രസ്റ്റ് രൂപീകരിക്കുന്നതും മാനേജ്മെൻറ്റിലൊക്കെ മാറ്റുന്നതും. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമങ്ങൾ, വിദ്യാർത്ഥികൾക്കായി കലാകായിക മത്സരങ്ങൾ, സർഗശേഷി പ്രകടിപ്പിക്കുന്ന പരിപാടികൾ, സെമിനാറുകൾ, ദിനാചരണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MK സൈഫുദ്ദീൻ, സുബൈർ കാക്കശ്ശേരി, VA മുഹമ്മദ് റാഫി, ഇക്ബാൽ കാക്കശ്ശേരി, ഡോക്ടർ ഷാക്കി സന്ദീപ്, K സാലി ലൂയിസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂളിൻ്റെ
75-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു അഭിമാന നിമിഷമാണ്. ചരിത്രം പുതിയൊരു കാൽവെപ്പാണ് 7-ാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുന്നത്. ഈ ഒരു 75 വർഷ കാലയളവിൽ സ്കൂളിന് ചരിത്രപ്രധാനമായ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ ഉള്ള എല്ലാ സർഗാത്മകമായ കഴിവുകളും വളർത്തിയെടുക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.